ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡും അതുപോലെ മുട്ടയും കുറച്ച് ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പാൽ നോർമൽ തിളപ്പിക്കാത്ത പാലാണ്. അപ്പോൾ പാലും മുട്ടയും ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വറ്റൽമുളക് പൊടിച്ചത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇനി വീണ്ടും നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ മുട്ടയുടെ ആ ഒരു മിക്സ്ചർ ബ്രെഡിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് നേരമൊന്നും മാറ്റി വയ്ക്കേണ്ട, ബ്രെഡൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ്. ഏകദേശം ഒരു മീഡിയം സവാളയുടെ പകുതി ഭാഗം മതിയാവട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാളയും മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും, അതിന് മാത്രമായിട്ട് ചേർത്തതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യുമ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആണ് ബട്ടർ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഫുള്ളായിട്ട് നമ്മൾ ആ ബ്രെഡിൻ്റെ മിക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. കാരണം ആ പുറം ഭാഗമൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നില്ല എന്നുണ്ടെങ്കിൽ മറിക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കുക്കാവണ നേരം കൊണ്ടിട്ട് നമുക്കൊരു പിസ്സ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അതിൽ 1 ടേബിൾ സ്പൂൺ വീതം ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ അളവിൽ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചത് ആ എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ പിസ്സ സോസ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളുടെ ആ ബേസിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ പാനൊന്ന് മറിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാൻ ആദ്യം വെച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് വേറൊരു പാൻ വെച്ചേക്കുന്നത്. അതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ മെൽറ്റ് ചെയ്ത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾക്ക് ആ ഒരു ബേസ് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വേറൊരു പാനിലേക്ക് മറിച്ചാണ് ഞാൻ ഒന്ന് കുക്ക് ചെയ്യണത്. അത് കഴിഞ്ഞ് പുറം ഭാഗത്തേക്ക് നമ്മൾ ആ പിസ്സ സോസ് റെഡിയാക്കി എടുത്തത് അതും കൂടെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസും അതുപോലെ പിസ്സ സോസൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും ആ ഒരു പിസ്സ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, അവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് മാവ് കുഴച്ച് ഡവൊന്നും ശരിയാക്കാതെ തന്നെ പിസ്സ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു അലങ്കോലപ്പണിയാണ്. തക്കാളിയും സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും, പിന്നെ അതിലേക്ക് കുറച്ച് ഒറിഗാനോയും അതുപോലെ വറ്റൽമുളക് ചതച്ചതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആണോ എന്നറിയില്ല. അതിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഉള്ളത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വീണ്ടും കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു 7-8 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 1/4 ഭാഗം നേരത്തെ തന്നെ വെന്തിട്ടുള്ളത് കാരണം മറിച്ചിട്ടിട്ട് ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും